എന്താടാ മറ്റവനെ എന്നെ കാണുമ്പോ നിനക്കൊരു ചിരി? അത് കൊള്ളാം, എനിക്ക് ചിരിക്കാനും പാടില്ലേ? അധികം ചിരിക്കണ്ട, നിന്റെ ഈ ചിരി മായും. നിന്റെയും. ഏട്ടത്തിയമ്മയ്ക്ക് ബോറടിക്കണുണ്ടോ? ബോറടി മാറ്റിയപ്പോ എന്താ ചെയ്യാ? അത് നിങ്ങൾ ഫ്രീ ആവട്ടെ. ഞങ്ങള് ഫ്രീയാ. അത് ശരിയാവില്ല. ചെയ്യാനുള്ളതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. സാരമില്ല പാറു, കുറച്ചു നേരത്തേക്ക് ഞങ്ങളും ഫ്രീ ആവാം. പാറുവിന്റെ ബോറടി മാറട്ടെ. ഏട്ടത്തിയമ്മയുടെ ബോറടി മാറ്റിയിട്ട് ഇനി നമുക്ക് എന്തോ ഉള്ളു. ഈ TV വർക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞേ? വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് TV വെച്ചാലോ? എന്തുപറ്റി? TV വെച്ചാലേ ഇവിടെ വിപ്ലവം നടക്കും. എന്തിനാ? ഞങ്ങള് പറഞ്ഞിട്ടില്ലേ, ഏട്ടന് TV വെക്കുന്ന ഇഷ്ടേ അല്ല. TV കണ്ട ഞങ്ങള് വഴിതെറ്റി പോകുന്ന ഏട്ടൻ പറയുന്നത്. ഇവിടെ TV വെക്കുന്ന പതിവേ ഇല്ല. പതിവുകളൊക്കെ നമുക്ക് മാറ്റണ്ടേ? ഏട്ടറിഞ്ഞ പ്രശ്നവും. അറിഞ്ഞാലല്ലേ? അത് ഞാൻ നോക്കിക്കോളാം. ഇതല്ലേ? അതല്ല ഇത് ഇപ്പൊ ആണോ? വാ എല്ലാരും വാ. റാണി വാ. റാണി ഇങ്ങോട്ട് വാ. ഇതെന്താ ഓണാവാത്ത? റാണി അതിപ്പോ വരും, ഒരു മിനിറ്റ്. നിങ്ങൾ ഇരിക്കേ, അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. ഇത് ഇന്നാവും. വന്നു വന്നു വന്നു. ഇത് പിടിക്ക്, ഇത് പിടിക്ക്. വാ വാ വാ. ആഹാ, സീ കേരളം കേബിൾ കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. കരിനീലിക്കാവ് മുതല് അമേരിക്ക വരെയുള്ള എല്ലാ ചാനലും ഉണ്ട്. അതെ, സീ കേരളത്തിൽ ഒരു സീരിയൽ വന്നിട്ടുണ്ട്, പ്രണയവിലാസം. നല്ല സീരിയലാ, നമുക്കത് കാണാം. അതെ. കൊള്ളാല്ലേ? അല്ല, അതെ, ഡോക്ടറായ ഏട്ടത്തിയമ്മ സീരിയലൊക്കെ കാണുമോ? ഡോക്ടർമാര് സീരിയൽ കണ്ട എന്താ കുഴപ്പം? ഏട്ടൻ ഇവിടെ സഹോദര സ്നേഹം കാണിക്കുന്ന സിനിമ മാത്രമേ കാണിക്കാറുള്ളൂ. അതും മമ്മൂക്കിയുടെ സിനിമയൊക്കെ. ഹിറ്റ്ലർ, വല്യേട്ടൻ, അതൊക്കെ ഗിരിയേട്ടന്റെ ഫേവറേറ്റ് സിനിമകള്. പക്ഷെ എനിക്കിഷ്ടം ലാലേട്ടന്റെ സിനിമകളാ. ലാലേട്ടൻ അടിപൊളിയല്ലേ? ഏട്ടത്തിമ്മക്ക് ഒരു കാര്യം അറിയണോ? കുഞ്ഞിക്ക് ലാലേട്ടന്റെ നായികയാവാനാ മോഹം. ആഹാ, അത് നല്ല മോഹമാണല്ലോ. മഞ്ജു ചേച്ചി, കാവ്യേച്ചി, നവ്യേച്ചി എന്ന് വേണ്ട എത്ര നായികമാരാ. ചെറുപ്പത്തിൽ തന്നെ ലാലേട്ടന്റെ നായികമാരായിരിക്കുന്ന. അതുപോലെ ഞാനും ലാലേട്ടന്റെ നായികയാ. ഇവർക്ക് കുഞ്ഞു വയല് വലിയ വർത്താനം. നിപ്പോ മോനെ ദിനേശ. ഇവിടെ ഇന്ന് ഞാൻ അങ്ങനെ വിട്ട ശരിയാവില്ല. പിടിച്ചു പിടിച്ചു. എടാ, നീ ശരിക്കും അന്വേഷിച്ചോ? എന്നിട്ടും ഒരു വിവരം കിട്ടിയില്ലേ? അന്വേഷണം നിർത്തണ്ട, അത് എന്തായാലും തുടർന്നു പോട്ടെ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതെ, എന്തെങ്കിലും വിവരം കിട്ടിയേ നീ ഉടനെ എന്നെ വിളിക്കണേ. ഗിരിയേട്ടാ, ഇതാരെയാ അന്വേഷിക്കുന്നേ? രാവിലെ തുടങ്ങിയതാണല്ലോ. നീ അതൊക്കെ എന്തിനാ അറിയുന്നത്? നീ നിന്റെ ജോലി നോക്കിയാൽ മതി, കേട്ടല്ലോ. അല്ല ഗിരിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ഗിരിയേട്ട എന്നോട് ദേഷ്യപ്പെടരുത്. നീ കാര്യം പറ. ഗിരിയേട്ട അങ്ങനെ ബോറനാവരുത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ ഗിരിയേട്ടാ.
അതിനിടയിൽ ഈ കടയിൽ വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ വന്നിരുന്ന എന്താ കുഴപ്പം? മധു ഇത് ആഘോഷിക്കേണ്ട ഗിരിയേട്ടാ. അപ്പോ ഭർത്താക്കന്മാര് ഭാര്യയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അവരുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിക്കൊടുക്കണം. അതെ, ഈ ഹണിമൂൺ എന്ന സംഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കച്ചവടം നടത്താതെ പാറുവിനെ കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകിരിയേട്ടാ. ഡാടാ, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അതിനല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, കേട്ടല്ലോ. ഓ, ഇനി ഇമാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാ നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കും, മനസ്സിലായല്ലോ? ചേടാ, ഒരു നല്ല കാര്യം പറയാൻ പറ്റില്ലെന്ന് വെച്ചാ അമ്മോ. മേലിൽ നീ നല്ല കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കില്ല. ഇല്ല, ഞാൻ ഇനി പറയില്ല. അമ്മോ, ഉപദേശം. ആ എന്താടാ മറ്റവനെ എന്നെ കാണുമ്പോ നിനക്കൊരു ചിരി? അത് കൊള്ളാം. എനിക്ക് ചിരിക്കാനും പാടില്ലേ? അധികം ചിരിക്കണ്ട. നിന്റെ ഈ ചിരി മായും. നിന്റെയും. അതെ, ഇവിടെ നിന്ന് സാധനം വല്ല വാങ്ങാനുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോണ്ട് പൊക്കോ. അല്ലാതെ വർത്താനം പറയാൻ നിന്ന ഗിരിയേട്ടന് തീരെ ടൈമില്ല. പാറു ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇവിടെ നിന്ന് പോയിട്ട് വേണം ഗിരിയേട്ടന് പാറുവിനെ കൊണ്ട് കറങ്ങാൻ പോവാൻ. ഹണിമൂണിന്റെ ടൈമല്ലേ? കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. അതിനി ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടാ ഇന്ദ്രൻ ചേട്ടാ? അല്ലെങ്കിലും സ്നേഹിക്കുന്നവർ തമ്മിലാ വിവാഹം കഴിക്കേണ്ടെന്ന് നെടുമുടി വേണു ചേട്ടൻ തേന്മാവിൻ കൊമ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാറുവിന് ഇന്ദ്രൻ ചേട്ടനെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ പാറുവിനെ കല്യാണം കഴിക്കുന്ന ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? അത് ഉറപ്പായിട്ട് ചീറ്റി പോവും.